ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാൽ കേക്ക് തയ്യാറാക്കിയെടുക്കാം അല്ലേ. സാധാരണ ലെച്ചസ് കേക്കിൽ ഉപയോഗിക്കുന്ന മിൽക്ക് മെയ്ഡ് സിറപ്പൊന്നും ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമായിട്ടില്ല കേട്ടോ. ഇതിൽ നമ്മൾ ഓവൻ ഇല്ലാതെ, മുട്ട ചേർക്കാതെ, മിൽക്ക് മെയ്ഡൊന്നും ഉപയോഗിക്കാതെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ കഴിയുന്ന വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ടുള്ള ഒരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 7.5 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ട്രേ ആണ്. ഇതിൻ്റെ താഴെ ഭാഗത്തും സൈഡിലൊക്കെ ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം താഴെ ഭാഗത്തൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹോം മെയ്ഡ് ആയിട്ടുള്ള ബട്ടർ പേപ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് 1/2 കപ്പ് അളവിൽ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർക്കുമ്പം അധികം പുളിയില്ലാത്ത തൈര് വേണം ഉപയോഗിക്കാൻ. അതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ഉപയോഗിക്കരുത്. തൈര് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിന് പകരം 2 മുട്ട വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും. ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് വരെ ഉപയോഗിക്കാം. ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ തുടങ്ങി 3 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിച്ചാൽ മതി, കൂടുതൽ യൂസ് ചെയ്യേണ്ട കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് അടുത്തത് എസൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഞാനിപ്പോൾ സ്ട്രോബെറിയുടെ എസൻസ് ആണ്, നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു എസൻസ് ഉണ്ടല്ലോ, ഒരു 2 ഡ്രോപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഈ സ്ട്രോബെറി എസൻസ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ചെയ്തെടുക്കാം. നമ്മളിന്ന് സ്ട്രോബെറിയുടെ ഒരു കോമ്പിനേഷൻ ചെയ്യുന്നത് കൊണ്ട് ഞാനൊരു 2 ഡ്രോപ്പ് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പൊടിച്ച പഞ്ചസാരയും ഓയിൽ ഇതൊക്കെ തൈരൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഒന്നങ്ങ് യോജിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് അടുത്ത് ചേരുക എന്ന് പറയുന്നത് പാലാണ്. പാൽ ചേർക്കുന്ന സമയത്ത് ഒരു 1/4 കപ്പ് അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബാക്കിയുള്ളത് നമ്മൾ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം മുകൾ ഭാഗത്തായിട്ട് അരിപ്പ വെച്ച് 1 കപ്പ് മൈദ, 1 കപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കപ്പ് 240 ml കപ്പാണ്, അങ്ങനെ 1 കപ്പ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ബാറ്ററിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒന്നുകിൽ നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ തവി ഉപയോഗിച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നങ്ങ് യോജിച്ചിട്ട് ഇത് കുറച്ചൊന്ന് തിക്കായിട്ട് വരുന്ന സമയത്ത് ബാക്കിയുള്ള പാല്, നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1/4 കപ്പ് പാല് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു 1/4 കപ്പ് ചേർത്തു, ഇപ്പോൾ നമ്മളൊരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ ബാറ്റർ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിൽ ഇതൊരു കട്ടിയായിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ പാൽ 1-2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനൊരു നല്ല കളർ കിട്ടുന്നതിന് വേണ്ടി ഒരു 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറും 2 ഡ്രോപ്പ് ബ്ലൂ ഫുഡ് കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പിങ്ക് ഫുഡ് കളറൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി ഫുഡ് കളർ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ രണ്ടും ഈക്വലായിട്ട് വേണം എപ്പോഴും ചേർത്ത് കൊടുക്കാൻ. ഈ ഒരു കളർ ഷെയ്ഡാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന, നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേക്കകത്തോട്ടേക്ക് ബാറ്റർ മുഴുവനായി ചേർത്ത് കൊടുത്ത ശേഷം ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ എയർ ബബിൾസ് ഒന്നും ഉണ്ടാവില്ല. അതിനുശേഷം ഒന്നുകൂടി തറയിൽ വെച്ച് തട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ എയർ ബബിൾസ് ഇല്ലാതെ ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു പാത്രം വെച്ച് അതിൻ്റെ താഴെ ഭാഗത്ത് ഞാനിപ്പോൾ മുന്നേ കേക്ക് ബേക്ക് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഉപ്പ് തന്നെയാണ് വെതറി കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്തായിട്ട് ഒരു തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ അടച്ചു വെക്കുന്ന അടപ്പിനെ എപ്പോഴും ഒന്നുകിൽ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയോ വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ കേക്കിനകത്തോട്ടേക്ക് വെള്ളം വീണിട്ട് കേക്ക് ചീത്തയായി പോവില്ല. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം തുറന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ബേക്കിംഗ് ട്രേ ഇതിനകത്തോട്ടേക്കൊന്ന് ഇറക്കി വെക്കണം. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 35 മിനിറ്റ് തുടങ്ങി 40 മിനിറ്റ് വരെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങൾ ഓവനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഈ കേക്ക് ബേക്കായി കിട്ടും കേട്ടോ. അപ്പോൾ കറക്റ്റ് ഒരു 35 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ തുറന്ന് നോക്കുന്നത്. അപ്പോൾ കറക്റ്റ് നല്ലതുപോലെ കാണുമ്പോൾ തന്നെ അറിയാം ബേക്കായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി, നല്ലതുപോലെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ചൂടാറട്ടെ. ചൂടാറുന്ന സമയം കൊണ്ട് ഇതിലോട്ടുള്ള സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 3 സ്ട്രോബെറി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഫ്രഷ് സ്ട്രോബെറി ഒന്നും ഇല്ലാന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിന്
പകരം ഉപയോഗിക്കാവുന്ന ചേരുവയാണ് അടുത്തത് പറയുന്നത്. അതായത് സ്ട്രോബെറിക്ക് പകരം പിന്നീട് യൂസ് ചെയ്യാവുന്നത് ചെറി. നിങ്ങളുടെ കയ്യിൽ രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ഉപയോഗിക്കാം. ഞാനിപ്പോൾ രണ്ടും ചേർക്കുന്നുണ്ട്. ചെറി മാത്രമാണെങ്കിൽ ഒരു 15 എണ്ണൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലത്. ഒരു കുഞ്ഞു പാക്കറ്റ് മുഴുവൻ എടുത്താലും മതി കേട്ടോ. ചെറി സിറപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നില്ലേ. അതിനുശേഷം പ്രധാന ചേരുവയാണ് കശുവണ്ടി പരിപ്പ്. ഇതൊരിക്കലും ഒഴിവാക്കരുത്. ഇതിന് ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ്. ഒരു 7-8 ഉപയോഗിക്കാം. പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് ഒരു 1/2 കപ്പ് പഞ്ചസാര. അപ്പോൾ സ്ട്രോബെറി ഒരു 3 സ്ട്രോബെറിയും ഒരു 10-15 ചെറീസും കൂടെ തന്നെ കശുവണ്ടി പരിപ്പും 7-8-10 ചേർക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഒരു 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ച് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ സ്ട്രോബെറിയും ചെറിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. അടുത്ത 2 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടാറിയ ആ ഒരു സ്ട്രോബെറി ചെറി മിക്സ് ഞാൻ മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലോട്ടേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നമ്മൾ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം വേണം പാൽ ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ സാധാരണ ലാസ്റ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കാണാൻ നല്ലൊരു കളറൊക്കെ ഉണ്ടാകുമ്പോഴാണ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ 2 ഡ്രോപ്പ് സ്ട്രോബെറിയുടെ എസൻസ് ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിർബന്ധമില്ല ഈ ഒരു കളർ ഷെയ്ഡ് വേണ്ടാന്നാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്ത് നമുക്ക് ഫൈനലായിട്ടൊന്ന് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് പൈപ്പിംഗ് ജെല്ലാണ്. പൈപ്പിംഗ് ജെല്ലിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. ഈ ഒരു പൈപ്പിംഗ് ജെല്ലിന് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഇതിലോട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറും 2 ഡ്രോപ്പ് ബ്ലൂ ഫുഡ് കളറും കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ പിങ്ക് ഫുഡ് കളറൊക്കെ ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ലിക്വിഡ് ഫുഡ് കളർ ഇതുപോലെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. കേക്ക് എപ്പോഴും കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. കാരണം ഇത് നമ്മൾ സിറപ്പിലൊക്കെ സോക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ലതുപോലെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അതേ ട്രേയിലോട്ടൊക്കെ മാറ്റിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. കുറച്ച് ഹോൾസ് പോലെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു സിറപ്പ് ഉണ്ടല്ലോ, അതിൽ നിന്ന് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. കുറച്ച് ഭാഗം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഫ്രീസറിനകത്തോട്ടേക്ക് ഒരു 15 മിനിറ്റ് വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനൊന്ന് ജസ്റ്റ് സ്റ്റിക്ക് വെച്ചിട്ട് കൂടി ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ക്രീമിൻ്റെ അളവ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു പാക്കറ്റ് വിപ്പിംഗ് ക്രീം പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ വിപ്പിംഗ് ക്രീം ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 3/4 കപ്പൊക്കെ ധാരാളമാണ്. 1 കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒരു 3/4 കപ്പ് ക്രീം എടുത്താൽ മതി. ഇനി നമുക്കിത് ഐസിങ് ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഫ്രീസറിനകത്ത് വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള കേക്കാണ്. ഇനി ഞാൻ പൈപ്പിംഗ് ബാഗിനകത്തോട്ടേക്ക് ക്രീം ചേർത്തതിന് ശേഷം ഇതുപോലെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഒന്നുകിൽ സ്പൂണിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഐസിങ് നൈഫ് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ പൈപ്പിംഗ് ബാഗിനകത്താക്കിയിട്ട് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഫിനിഷിംഗ് ആയിരിക്കും. നമുക്ക് എല്ലാ സൈഡിലും ഒരേ രീതിയിൽ ക്രീം ലെവൽ ചെയ്യാൻ പറ്റും. പിന്നീട് ഒന്നുകിൽ സ്പൂൺ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഐസിങ് നൈഫ് വെച്ചിട്ടോ നിങ്ങൾക്ക് ലെവൽ ചെയ്തെടുക്കാവുന്നതാണ്. ക്രീം എത്താത്ത ഭാഗത്ത് പിന്നീട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ എഡ്ജസിലൊക്കെ അതുപോലെ ക്രീം വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള റൗണ്ട് ടിപ്പോ അല്ലെങ്കിൽ സ്റ്റാർ ടിപ്പ് നോസിൽ ക്ലോസ്ഡ് സ്റ്റാറോ ഓപ്പൺ സ്റ്റാറൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ചെയ്യുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പൈപ്പിംഗ് ജെല്ല് നമുക്ക് കറക്റ്റായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഇടയ്ക്ക് ആ ഒരു സ്പേസിലോട്ടേക്കാണ് ആദ്യം ഈ പൈപ്പിംഗ് ജെല്ല് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഫ്ലവറിനകത്തോട്ടേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. മുഴുവനായിട്ട് ആ സ്പേസാണ് ഞാനൊന്ന് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുത്തതിന് ശേഷം അതേ പൈപ്പിംഗ് ജെല്ല് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കിയതിന് ശേഷം, അതായത് കുറച്ച് കളർ കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടാണ് അതാണ് നമ്മൾ ഫ്ലവറിൻ്റെ മുകൾ ഭാഗത്തോടുകൂടി ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ രണ്ടൊരു കളർ ഷെയ്ഡ് കുറച്ചും കൂടി കുറഞ്ഞു കിട്ടും നമുക്ക്. അപ്പം മുഴുവനായിട്ട് അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ, എല്ലാ ഫ്ലവേഴ്സിനകത്തോട്ടേക്കും. ഇനി നല്ല ഇത് ഹൈലൈറ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് വൈറ്റ് പ്ലെയിൻ ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നേരത്തെ ഫ്ലവേഴ്സ് വരച്ചതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്ലവർ വരക്കുവാണെങ്കിൽ കാണാനാണെങ്കിലും നല്ലൊരു ഭംഗിയായിരിക്കും. ഇനി ഞാൻ ഫ്രിഡ്ജിനകത്ത് 1 മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഇത് സെർവ് ചെയ്യുന്നത്. പെട്ടെന്ന് വേണമെന്നാണെങ്കിൽ ഒരു ഫ്രീസറിനകത്ത് ഒരു 15 മണിക്കൂറൊക്കെ വെച്ചാൽ മതി കേട്ടോ. മാക്സിമം ഈ കേക്ക് നല്ലതുപോലെ തണുപ്പിച്ച് സെർവ് ചെയ്യുമ്പോഴാണ് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാനിപ്പോൾ കറക്റ്റ്
1 മണിക്കൂർ തണുപ്പിച്ചെടുത്തതിന് ശേഷമുള്ള കേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ട്രസ് ലെച്ചസ് അല്ലെങ്കിൽ മിൽക്ക് കേക്കൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് സിറപ്പ് ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് കാണാനൊരു ഭംഗി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാനൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒരു സ്ലൈസ് കേക്ക് ഒരു പാത്രത്തിനകത്തോട്ടേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സിറപ്പ് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു ചെറിയൊരു ട്രേയിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ മിൽക്ക് മെയ്ഡ് ഒന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു സിറപ്പ് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. കാഷ്യൂ നട്ട്സ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.